മലയാള സിനിമയുടെ താരസംഘടന AMMA അമ്മ സംഘടനയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിന്റെ തലപ്പത്ത് നമ്മുടെ ലാലേട്ടനായിരുന്നിരുന്നത്. ലാലേട്ടൻ മാറി പിന്നീട് ശ്വേതാ മേനോനെ കൊണ്ടുവന്നു. 6 മാസം തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ സംഘടന 8 നിലയിൽ പൊട്ടി. സകലമാന ഊളത്തരങ്ങളും എല്ലാം പുറത്തേക്ക് ഒന്നൊന്നായി വരുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ നമ്മുടെ മലയാള സിനിമയുടെ താരങ്ങളെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയുണ്ട്. പച്ചയ്ക്ക് പറയും, ഒരുത്തനെയും പേടിക്കാതെ നട്ടല് വിരിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ നമ്മുടെ ശാന്തിവിള ദിനേശൻ കേട്ടോ. കാരണം പുള്ളി കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അസ്ഥാനത്താണ് കൊടുക്കുന്നത്. നമ്മുടെ രവിമാമൻ ഇതുവരെ ബോധം പോലും വീണിട്ടില്ല അണ്ണൻ്റെ ഒരു മറുപടി കേട്ടിട്ട്. ഇപ്പൊ ഈ താരസംഘടനയെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഇപ്പൊ നമ്മുടെ ശാന്തിവിള ദിനേശൻ പുറത്തു വിട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, ഞെട്ടുവോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടറിയാം. ദിനേശ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ സിനിമയിലും സീരിയലിലും ഒക്കെ ഉള്ള 3 സിനിമയോ ഒരു സീരിയലോ കഴിയുന്ന നടി 1 കോടി രൂപയുടെ കാർ എങ്ങനെ വാങ്ങുന്നതെന്ന് ദിനേശ് ചിന്തിക്കാറുണ്ട്? നമ്മളില്ല, അത് ലോണൊക്കെ ആയിരിക്കും വിചാരിച്ചു. ഒരു ലോണോ അല്ല ദിനേശേ, ഇവിടെ വന്ന് ഞങ്ങളുടെ കാശ് പിരിച്ചാണ് അവർ ജീവിക്കുന്നത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എങ്ങനെ ദിനേശേ 5 കോടിയുടെയൊക്കെ വീടൊക്കെ വയ്ക്കണേ? സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ വെച്ച് വില കൂടിയ കാറിൽ പറന്ന് നടക്കുന്നവരൊക്കെ ഭൂരിപക്ഷം പേരും, എല്ലാവരും പറയുന്നില്ല, പക്ഷേ ഭൂരിപക്ഷം പേരും ഗൾഫിൽ വന്ന് ശരീരം വിറ്റാണ് ദിനേശെ കാശുണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാമോ, 126 രാജ്യങ്ങളിലെ ആൾക്കാരുള്ള സ്ഥലമാണ് ഗൾഫ്. എനിക്കതൊക്കെ ഒരു പുതിയ വിവരമായിരുന്നു. 126 രാജ്യങ്ങളിലെ ആൾക്കാർ UAE വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ആർക്കും ആരെയും അന്വേഷിച്ച് നടക്കാനോ ഇതാരാ ഇയാളുടെ കൂടെ പോകണമെന്ന് അന്വേഷിക്കാനോ ആരും മെനക്കെടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റിൽ മറുവശത്ത് ഒരു മലയാളിയാണ് താമസിക്കുന്നതെങ്കിലും എതിർവശത്തെ ഫ്ലാറ്റിൽ ഞാനൊരു മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു നടിയുമായിട്ട് സഹവാസമാണെങ്കിലും അയാൾ തിരക്കുക പോലും ഇല്ല അതാരും. അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഈ നടിയായിട്ട് ബന്ധമൊന്നും ചോദിക്കില്ല, കാരണം എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ എന്നെ വിളിച്ച ഈ കൊല്ലത്തുകാരൻ, കൊല്ലം ജില്ലക്കാരൻ വലിയ ബിസിനസ്സുകാരനാണ്. 40 വർഷമായിട്ട് ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഇഷ്ടംപോലെ സമ്പാദിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ക്യാഷൊന്നും ഒരു പ്രശ്നമേ അല്ല, സംസാരത്തിൽ നിന്ന് അറിയാം. അപ്പോൾ പുള്ളി പറയുന്നത്, ഗൾഫിൽ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നാട്ടിൽ നിന്ന് വരുന്ന സീരിയൽ നടികളായാലും സിനിമാ നടികളായാലും ഇവിടെ വന്ന് ദിനേശയോ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഒരു 15 ദിവസം താമസിച്ച് ഒരു 30 കസ്റ്റമേഴ്സിനെ സഹകരിച്ച്, പകലൊരാൾ രാത്രി ഒരാൾ സഹകരിച്ച് കാശ് മാറ്റി പൊടിയും തട്ടിയങ്ങ് പോകും. പിന്നെയും ആവശ്യമുള്ളപ്പോൾ ഇവൻ ഈ ഏജൻറ്റ് വിളിക്കും, അടുത്ത ഉദ്ഘാടനത്തിന് വരും, ഒരു 15 ദിവസം താമസിച്ച് അവളൊരു 10-30 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ടങ്ങ് പോകും. ഞാനിങ്ങനെ അതിശയത്തോടെ കേട്ടോണ്ടിരിക്കുന്നത് ഏത് ലോകം. ഇപ്പോൾ പുള്ളി പറഞ്ഞു, ദിനേശ് വർത്തമാനകാല മലയാള സിനിമയിലെ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ പേര് പറഞ്ഞു. എന്നിട്ട് എന്നെ പറഞ്ഞു, ദിനേശ് ഒരു രാത്രിക്ക് 5 ലക്ഷം രൂപയാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ അവർക്ക് 5 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ അവർ ചതിക്കുകയൊന്നുമില്ല. 3ാമത്തെ ദിവസം അവരിവിടെ വരും, ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസം പോകും. 5 ലക്ഷം രൂപയാണ് ഒരു രാത്രി ഉറങ്ങുന്നതിന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി. ഇങ്ങനെയൊക്കെ ആണോ എൻ്റെ സഹപ്രവർത്തകരിൽ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ആണോ എന്ന് ഞാൻ ആലോചിച്ചു. എനിക്ക് എന്താ പറയുക, സിനിമയിൽ മാന്യമായി ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ എൻ്റെ എല്ലാ സീരിയലുകളിലും എൻ്റെ സിനിമയിലും വേഷം കൊടുത്തൊരു റോസ്ലിൻ ചേച്ചിയുണ്ട്. റോസ്ലിൻ ചേച്ചി കഴുത്തിലിരിക്കുന്ന കുരിശിനെ കളിയാക്കി ഞാനൊരു വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കും കാണുമ്പോഴൊക്കെ, ചേച്ചി ഇതെന്തിനാ ഇങ്ങനെ? അവർ കൊന്ത വെച്ച് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഷോട്ടില്ലെങ്കിൽ വർക്കില്ലെങ്കിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും, എന്തിനാ ചേച്ചി ഇങ്ങനെ എപ്പോഴും 24 മണിക്കൂർ ഈ കുരിശ് വെച്ച് ഇങ്ങനെ ആയിക്കൊണ്ടിരുന്നത്? പോയേ എന്നവർ പറയും. അപ്പോൾ അവരോട് ഞാൻ പറയും, യേശു ക്രിസ്തു കുരിശ് കിടന്ന് മരിച്ചാൽ നന്നായി, കട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ആഫീസ് കൂട്ടിപ്പോയെന്നൊക്കെ പറയും. അപ്പോൾ ഇതിനൊന്നും ചേച്ചി മറുപടി പറയില്ല. അതൊക്കെ നിങ്ങളോട് കർത്താവ് അതിൻ്റെ ഫലം തരട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു ചേച്ചിയാണ്. എൻ്റെ അമ്മ പ്രസവിച്ച ചേച്ചിയെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. മലയാള സിനിമയിൽ റോസ്ലിൻ ചേച്ചി ഒരിക്കലും കളങ്കപ്പെട്ടിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസമുള്ള ആളാണ് ഞാൻ. അതുപോലെ എനിക്ക് ഒരുപാട് പേരെ അറിയാം. ജോലി പോലെ വന്ന് അഭിനയിച്ചിട്ട് കൃത്യമായി പൈസ വാങ്ങി കൃത്യമായി വീട്ടിൽ പോകുന്നവരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായി എല്ലാവരും ഇങ്ങനെ നടക്കുന്നവരെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ അദ്ദേഹം എന്നോടൊരു കഥ പറഞ്ഞു. തിരുവനന്തപുരത്തുള്ള നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന ഒരു അമ്മ നടി എന്നോട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നോട് വലിയ ബഹുമാനമാണ്. അവർക്കൊരു മകളുണ്ട്. അവരും എന്നോട് അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ നടി ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ ചെല്ലും. ഇതുപോലെ തന്നെ 15 ദിവസം ഉദ്ഘാടനമൊക്കെ നടത്തിയിട്ട് 15 ദിവസമുള്ള കാശുമൊക്കെ പിരിച്ചുകൊണ്ട് ഇപ്പോൾ അവർക്ക് 2 പെൺമക്കൾ. ഈ അടുത്ത കാലത്ത് ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു, മറ്റേ ചേച്ചി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം എന്നോട് സംസാരിച്ച ആൾ പറഞ്ഞു, ഇനി അതൊക്കെ എന്തിനടാ, ഒരു 5-6 വർഷമായിട്ട് അതിനെ കണ്ടു മടുത്തു കേട്ടോ, ആയിട്ടൊന്നും ഇനി വേണ്ട. പിന്നെ എടാ അവരെന്നോട് സംസാരത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഞങ്ങൾ ഉദ്ഘാടനം നടക്കുന്നതിനിടയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് 2 പെൺമക്കളാണ്. എടാ അതിലാരെങ്കിലും കിട്ടുമോ? എന്തൊരു ക്രൂരമായ ചോദ്യം എന്ന് ആലോചിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞു, അയ്യോ ഇങ്ങനെയൊക്കെ ചോദിക്കാമോ? ദിനേശ് ആ രീതി കാണുന്നതുകൊണ്ടാണ്, അവർക്കൊന്നും അതൊരു പ്രശ്നമല്ല. അപ്പോൾ ഈ ഏജൻറ്റ് വിളിച്ച് ഈ മകളോട് ചോദിച്ചു, നിങ്ങളെ ആളുകൾക്കൊക്കെ മടുത്തു കേട്ടോ, നിങ്ങൾ കിളവിയായെന്നാണ് പറയണത്, നിങ്ങളുടെ മകള് എങ്ങനെ? ഈ അമ്മ ഒരു മടിയില്ലാതെ പറയുകയാണെന്ന്, എനിക്ക് 25 രൂപയേ ഉള്ളൂ, മകളെ വേണമെങ്കിൽ 1 ലക്ഷം രൂപ വെച്ചെങ്കിലും മിനിമം കിട്ടണം. ആലോചിച്ച് ഇവരെങ്ങനെ അമ്മ എന്ന് പറയും?
നമുക്ക് അമ്മ എന്നൊക്കെ പറയാൻ നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് വേറെയാണ്. ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, അങ്ങനെ പറഞ്ഞോ? സാർ ചോദിച്ചു നോക്ക്, സാറിൻ്റെ സീരിയലിൽ അഭിനയിച്ചെന്നല്ലേ പറഞ്ഞത്, ദിനേശ് ചോദിക്കും. എന്നെ ഇടയ്ക്കിടയ്ക്ക് സാറെന്ന് ഇടയ്ക്കിടയ്ക്ക് ദിനേശ് എന്ന് വിളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. കാരണം ഒന്നുമില്ലെങ്കിലും 20 കോടി രൂപ പുള്ളിയും വേറൊരാളും കൂടെ ചേർന്ന് ഒരു സിനിമയ്ക്ക് മുടക്കാം. നിങ്ങൾ ദിലീപിനോട് സംസാരിക്കണ്ട, ഞങ്ങൾ ദിലീപിനോട് സംസാരിക്കാം. ഞങ്ങളൊരു പടം ചെയ്യുന്നു, ഒരു 20 കോടി രൂപ മുടക്കാവുന്ന ഒരു സബ്ജക്റ്റ് ചെയ്യാം, പക്ഷേ ദിനേശ് ആയിരിക്കും സംവിധായകൻ എന്ന് ഞങ്ങൾ പറയാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി എന്നോട് സംസാരിക്കാറുണ്ട്. ദിനേശ് കൈ കെട്ടുന്ന വാച്ച് അറിയാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ തിരിച്ചാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഈ വാച്ചിൻ്റെ ഡയൽ കാണാൻ പറ്റുന്നില്ല. എന്നെ ചോദിച്ചു, ഏത് തരം വാച്ചാണ് ദിനേശിന് ഇഷ്ടം? ഞാൻ എന്തേ, ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം, നിങ്ങൾ ഏത് കമ്പനിയുടെ വാച്ച് വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ഒരു സുഖലോലുപതയിലും മുങ്ങുന്ന ഒരാളല്ല ഞാൻ, എനിക്ക് സമയം നോക്കാൻ ഒരു വാച്ച് മതി, അതെൻ്റെ ഉണ്ട്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ എനിക്ക് അതിശയമായി പോയി. ഗൾഫിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്ന, ദിനേശ് നിങ്ങൾ ഗൾഫ് മാത്രമായിട്ട് എടുക്കാതെ, ഇപ്പോൾ കാനഡയിലായാലും ഇറ്റലിയിലായാലും അമേരിക്കയിലായാലും ഇവിടുന്ന് പോകുന്ന ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നവരെ ശ്രദ്ധിച്ചോ, അവർ പോകുന്ന ഉദ്ഘാടനം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കാണ്. കേട്ടില്ലേ? ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ശരിക്കും ഇതൊക്കെ പറയണമെങ്കിൽ തന്നെ ഇതിനകത്തൊക്കെ കൃത്യമായിട്ടുള്ള എവിഡൻസ് അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പില്ലാതെ ഒരാൾക്കും ഇത് പറയാൻ സാധിക്കത്തില്ല, അല്ലേ? നമ്മൾ കണ്ണുകൊണ്ട് കാണുകയോ അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും രീതിയിൽ കേൾക്കുകയോ പോലും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ മലയാളത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന താരങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് വിദേശ രാജ്യങ്ങളിൽ പോയി കാണിക്കുന്നത് എന്ന് സിനിമയുമായി ബന്ധമുള്ള ശാന്തിവിള ദിനേശിനെ പോലെ മുതിർന്ന ഒരു ഡയറക്ടറും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള ഇദ്ദേഹം ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്ന നടിമാർ അധംപതിച്ചു പോയി എന്നാലോചിക്കുക. പണത്തിന് വേണ്ടി സ്വന്തം മാനം വരെ വിറ്റിട്ടാണ് ഇവർ ഇവിടെ കിടന്നുകൊണ്ട് ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ. സത്യത്തിൽ എനിക്കിതിനൊന്നും ഒരു മറുപടി പറയാനായിട്ട് പോലും സാധിക്കുന്നില്ല കേട്ടോ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് തീർന്നിട്ടില്ല. ഇതിൻ്റെ ബാക്കിയും കൂടെ ശാന്തിവിള ദിനേശൻ പറയുന്നുണ്ട്. അത് കേൾക്കണം എന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അയയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഒരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം, ഒരു 3 പാർട്ടായിട്ടെങ്കിലും ഇത് നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അത്രത്തോളം ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറത്തേക്ക് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾക്ക് കാണണമെന്ന്, നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.